ഇപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പേപ്പർ ബൈ കളറാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, ഇനിയും പകുതി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്നെ വെട്ടാൻ കണ്ടൊരു സാഹചര്യം ഞാൻ വെട്ടാതെ കഴിഞ്ഞിട്ട് ഗൈസ് ഉറപ്പായിട്ട് ഞാൻ വിളിക്കില്ല ഗൈസ്, വിളിക്കില്ല. എൻ്റെ കൂടെ ആരും വരുന്നില്ലല്ലോ. അല്ലല്ലേ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർന്നു ഗൈസ്, ഉറപ്പാണ് ഞാൻ തീർന്നു. എൻ്റെ അടുത്തോട്ട് ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. എന്തോ കാണുന്നുണ്ടല്ലോ. അടുത്തോട്ട് അടുത്തോട്ട് വന്നില്ല ഗൈസ്, ആ ചെറുക്കൻ പെട്ടെന്ന് കൊല്ലാൻ നോക്കിയതാണ് ഗൈസ്, ചത്തുപോയാച്ച് ഗൈസ്. നമ്മൾ ഈ ഡോണറ്റ് മൊത്തം എടുക്കുകയാണ്, ആർക്കൊന്നും തോന്നരുത് പ്ലീസ്. നമ്മുടെ മൊത്തം എടുക്കുകയാണ് കേട്ടോ. അങ്ങ് എടുക്കുക ഞാൻ എന്നൊക്കെ പറയുന്ന പോലെ മൊത്തത്തിൽ അങ്ങ് എടുക്കുകയാണ്. പകുതിയോളം ഇപ്പം എൻ്റെ കയ്യിലാണ്. ഇത് മതി എനിക്ക് ജയിക്കാം, പക്ഷെ ഞാൻ ഇനിയും ചെയ്യും. ബിക്കോസ് ഇതാണെന്ന് വെച്ചാൽ ഇനിയും മൊത്തത്തിൽ ജയിക്കണം ഗൈസ്. ഒരുത്തൻ എന്നെ ലക്ഷ്യം വെച്ചാണ് വരണം. ഇതാകുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൈസ്. ഇത് റീൽസിലൊക്കെ കാണില്ലേ, ചിലരുടെ ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ വന്നെടുക്കുന്ന. Guys, no, don't hit me there. Guys, ഈ പരസ്യം ഇച്ചിരി നേരമേ ഉള്ളൂ, അത്ര നേരം പോലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെയാണ് ഞാൻ. ഇനി രണ്ടാൾക്കാരെയും കൂടെ തോൽപ്പിച്ചാൽ മതിയാവും ഗൈസ് നമ്മൾക്ക്. ആരാടാ എന്റെ പേസിക്കാരാണ് വളരെ അറിയണമല്ലോ. ഇത്ര എടുത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സൈഡ് പീസ് മൊത്തം നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല പീസ്. സൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നടുവിൽ പിന്നെന്താ നമുക്ക് കിട്ടിയ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നേ. Just like ഞാൻ ജയിച്ചു ഗൈസ്, ഞാൻ പറഞ്ഞില്ല സൈഡ് കേസ് കൊണ്ടുതന്നെ നമ്മൾ ജയിക്കും ഉറപ്പാണ്. വെറുതെ എന്തിനാ കളയണേ, നമ്മുടെ തന്നെയല്ലേ പോന്നേ, അതുകൊണ്ട് നമുക്ക് ലക്കി ബ്ലോക്ക് ക്ലാസിക്. ഓക്കെ ഗുഡ്. അയ്യോ ഗൈസ്, പരസ്യമാണ്, എന്നെ ആരും ഒന്നും പറയും. എനിക്കുള്ള സ്കിൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഉടനെ ആ ഫുള്ളാക്കിയിട്ടുണ്ട് നമ്മളപ്പം. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളൂ. ഇനി നമ്മള് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഇത് ചൂസ് ചെയ്യാം. എന്റെ സ്കിൻസ് കാണിച്ചതാ. അതെനിക്ക് റയറായിട്ട് ഉള്ളതാണ്. ഇവിടെ എനിക്കിത് ഇത്രയും സ്കിൻസ് ഉണ്ട്. ഇതൊരു തോറിന്റെ ഹാമർ എടുത്തിട്ടില്ല. ഇപ്പോഴും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഗൈസ് ഉറപ്പായിട്ടും ഞാൻ ഇതെന്തി കാണിക്കണേ. ബാത്റൂം ഇരിക്കണ്ട എവിടെയാ? എന്തായാലും ഹൈഡ് ഫ്രം മോൺസ്റ്റേഴ്സ്. നമ്മുടെ കൂടെ കളിക്കുന്നത് 1% ആണ് ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗൈസ് അത് ഫൗളാണ് ഗൈസ്. അവൻ എന്തോ കാണിച്ചിട്ടുണ്ടായത്. ഇപ്പൊ തന്നെ 6 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് 4 മിനിറ്റ് മറ്റേത് കളിക്കാനും നമുക്ക് നമ്മുടെ ബുദ്ധി എടുക്കാം. നമുക്ക് സൈഡ് വേസ് നോക്കും. ആരും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗൈസ് ഞാനത് എൻ്റെ സോക്കേട് തന്നെയായിരുന്നു. അത് അവിടെ മെച്ചി അങ്ങ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് തോക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് ഡോണറ്റ് കൊണ്ട് കളിച്ചാല് ജയം ഉറപ്പുള്ളൂ. അപ്പൊ നമുക്ക് ഡോണറ്റ് കളിച്ചാലോ. കൊള്ളാലോ സ്കിൻ. ആ സ്കിൻ കൊള്ളാട്ടോ ഗൈസ്. മുമ്പേ കളിച്ചതായിട്ട് നമ്മൾ കളിക്കാൻ പറ്റില്ല. അവൻ പാവമാണ് ഗായ്സ്. അവൻ എന്നെ കൊന്നില്ല ഗായ്സ്. അവനെ കൊല്ലുന്നവരെ കൊല്ലുള്ളൂ. എവിടേക്കോ തോക്കാൻ കിടക്കുന്ന ഗായ്സ്. ഇത്രയും ഫില്ല് ചെയ്യാണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് വാടയടിച്ചോട്ടുണ്ട്. ആരും എൻ്റെ അടുത്ത് വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആരെ വെട്ടാനും പറ്റുന്നില്ല. നമുക്ക് സൈഡ് വൈസ് പോവല്ലേ. നമ്മൾ മാപ്പിൽ നോക്കി കളിക്കുന്നോണ്ട് തന്നെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വരണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പെസ്റ്റീസ് അടങ്ങാൻ മനസ്സിലാക്കി. Oh guys, just miss. ഉറപ്പായിട്ടും ഞാനില്ല ചെയ്യണം. അതുകൊണ്ടൊക്കെ ആ ചെറുക്കനാണ് ചെയ്യണം. നമ്മുടെ മുമ്പിലത്തെ പ്രക്രിയ നമ്മളിപ്പം പുറത്തെടുക്കുകയാണ്. മുമ്പേ അങ്ങനല്ലേ ജയിച്ചേ. അതുകൊണ്ട് മുമ്പിലത്തെ പോലെ കൊണ്ടുപോകല്ലേ, ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. ഓ ഗൈസ്, ഒടുക്കത്തൊരാട്. ആടിക്കൊണ്ടില്ല.
ഗൈസ് ഇന്നെന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അവന്മാർ ഇവിടെ പ്ലീസ് ഡോണേറ്റ് ഗെയിമിന്റെ കാര്യങ്ങൾ പറയുകയാണ് ഗൈസ്. എനിക്ക് ഇനിയും 2 പേരെയും കൂടെ കടക്കാനുണ്ട്. ഇനിയാണ് ഗൈസ് ഒരാൾ കടക്കാനുള്ളത്. അയാളുടെ അടുത്തിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുക്കാം. ഓ ഗൈസ് നമ്മളിപ്പോ ചെയ്യും. മറ്റേ ആള് ലീവ് ആയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഞാൻ ജയിച്ചു. യെസ് ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണുമ്പോഴത്തേക്കും ബൈ ഗൈസ്. നമുക്ക് ഇച്ചിരി വേറെ വീഡിയോ കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.